ഞാനിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ വളരെ പ്രശസ്തമായ ദുബായിലാണ്. ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ആൾക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച ഒരു മണ്ണാണ് ദുബായ്. അതുപോലെ തന്നെ ഒട്ടനവധി പേരുടെ ജീവിതം നശിച്ച സ്ഥലവും ദുബായ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരാൾക്ക് സത്യസന്ധമായി ആത്മാർത്ഥമായി ജോലി ചെയ്താൽ അത് വിജയിക്കാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു സ്ഥലമാണ് ദുബായ്. ചിട്ടയോടുകൂടിയുള്ള ജീവിതശൈലിയിലൂടെ വിജയിച്ച് മുന്നോട്ട് കയറി ഒട്ടനവധി പ്രവാസി മലയാളികളെ നമുക്ക് കാണുവാൻ കഴിയും. ഏതൊരു പ്രവാസി മലയാളികളെ പോലെ ഒരു ജോലി എന്ന സ്വപ്നവുമായി പ്രവാസ ജീവിതം ആരംഭിച്ച കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ പടിഞ്ഞാറേ വീട്ടിൽ ബാബുരാജ്, അദ്ദേഹമാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. 3 പതിറ്റാണ്ട് കാലമായി പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് ജോലിയോടുള്ള കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും അദ്ദേഹത്തെ ഇന്ന് ഒരു നല്ല ബിസിനസ്സുകാരനായി മാറ്റിയിരിക്കുന്നു. ആ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. വളരെ സന്തോഷം. കാരണം ഒരു 3 പതിറ്റാണ്ട് കാലത്തെ പ്രവാസ ജീവിത അനുഭവങ്ങൾ താങ്കൾ കൊണ്ട് പറയുവാൻ. ഒരു ജോലി എന്ന സ്വപ്നമായിട്ടാണ് സാർ ഈ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. അതെങ്ങനെയായിരുന്നു? 1985 ഞാൻ ആദ്യമായിട്ട് ദുബായിൽ വരുന്നത്. ഏപ്രിൽ മാസം. 1 മാസം കഴിഞ്ഞപാടെ എനിക്ക് ജോലി കിട്ടി. പിന്നെ ആ ജോലി കണ്ടിന്യൂ 15 വർഷം അതേ കമ്പനിയിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്തു. ഏത് കമ്പനി? അത് പ്രിംഡെയിൽ ജനറേറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണിക്സ് സെയിം ഫീൽഡിലുള്ള കമ്പനി തന്നെയായിരുന്നു. 2000 അവർക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അത് അടക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നത് 2002. പയ്യന്നൂരിൽ നിന്ന് എങ്ങനെയായിരുന്നു സാർ ഒരു ഗൾഫ് എന്നുള്ള ആ ഒരു ജീവിതം ആരംഭിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ആ ഗൾഫിലേക്ക് പോകണമെന്ന ചിന്ത മനസ്സിൽ വരുന്നു? കുടുംബ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ എല്ലാവരും ഗൾഫിലായിരുന്നു ആ സമയത്ത്. എൻ്റെ ഇളയച്ചന്മാരൊക്കെ ഞാൻ ജനിക്കുന്ന സമയത്ത് തന്നെ ഗൾഫിൽ വന്നതാണ്. 1965 തന്നെ അവർ ഗൾഫിലുണ്ട്. അപ്പം ഞങ്ങൾ അന്നേ ഒരു ഗൾഫ് ഫാമിലി ആയിരുന്നു. അന്നേ വീട്ടിൽ ഫോറിൻ സാധനങ്ങൾ ആ ഒരു കുടുംബ പാരമ്പര്യമായിരുന്നു. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഗൾഫിലേക്ക് വരിക എന്നുള്ള ഒരു മോഹമായിരുന്നു. അത് സാധിക്കാൻ എളുപ്പമായിരുന്നു ആ കാര്യത്ത്. കാരണം പിതാവ് എൻ്റെ 4 വയസ്സിലുണ്ടാകുമ്പോഴേ മരിച്ചുപോയി. പിന്നെ അമ്മയാണ് നോക്കിയത്. പിന്നെ അമ്മയുടെ കുടുംബം അച്ഛൻ്റെ കുടുംബമായിട്ടാണ് എന്നെ വളർത്തിയത്. വലുതായിരുന്നു. ഞാൻ മൂത്തമാന. ബാക്കി താഴെ 3 അനുജന്മാരുണ്ട്. അപ്പോൾ പയ്യന്നൂരിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം? കോളേജും സ്കൂളും പയ്യന്നൂരായിരുന്നു. പിന്നെ കുറച്ച് കാലം അമ്മയുടെ നാടായ കോട്ടിക്കുളം പോയി. അവിടെ കല്യാണം കഴിച്ചു. അമ്മാവൻ്റെ മകളെ തന്നെ കല്യാണം കഴിച്ചു. മുറപ്പെണ്ണിനെ തന്നെ? മുറപ്പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചു. അതുകൊണ്ട് പിന്നെ പെണ്ണ് നോക്കാനൊന്നും പോയിട്ടില്ല. കോട്ടിക്കുളം എന്ന് പറയും, പാലക്കുന്ന് കോട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്മയുടെ വീടും എൻ്റെ ഭാര്യ വീടും. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ വീടെടുത്തിരിക്കുന്നതൊക്കെ കോട്ടിക്കുളമാണ്. പയ്യന്നൂരും ഉണ്ട്, കോട്ടിക്കുളമാണ്. പക്ഷെ എപ്പോഴെങ്കിലും വർഷത്തിന് 10 ദിവസത്തേക്ക് പോകുന്നതിന് അതൊരു പ്രാധാന്യമില്ല. പക്ഷെ മൊത്തം ജീവിതം ഇവിടെ തന്നെയായിരുന്നു. ആദ്യമായിട്ട് ഗൾഫിലേക്ക് വരുമ്പോൾ ഏതൊരു പ്രവാസിയും പോലെ താങ്കൾക്ക് ഒരു സ്വപ്നങ്ങൾ കാണും. ആദ്യം ഒരു സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് വർഷം മാത്രം ഇവിടെ ജോലി ചെയ്ത് നാട്ടിലൊരു നല്ല ജീവിതം കെട്ടിപ്പടിക്കാമെന്ന്. പക്ഷെ അതൊരിക്കലും ഇവിടെ സംഭവിക്കില്ല. ഇപ്പോഴും എല്ലാവരും പറയും മതിയാക്കി പോകാൻ. ഒരു ഏറിയാൽ ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം അങ്ങനെയായിരുന്നു കാൽക്കുലേഷൻ. ഏതൊരു മനുഷ്യൻ്റെയും പ്ലാനിങ് അതാണ്. അങ്ങനെയായിരുന്നു പ്ലാനിങ് ഫസ്റ്റിൽ. പിന്നെ ഇവിടുത്തെ ജീവിത രീതിയും ജീവിതശൈലിയും ഇവിടുത്തെ മെച്ചപ്പെട്ട ജീവിത സൗകര്യമെല്ലാം നോക്കിയപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. പിന്നെ കല്യാണം കഴിച്ച് പിന്നെ ഭാര്യ ഇവിടെ വന്നു. പിന്നെ എല്ലാ ബന്ധുക്കളും ഇവിടെയായിരുന്നു. അതുകൊണ്ടൊരു ബാച്ചിലർ ലൈഫ് എന്നുള്ള ഒരു ലൈഫ് എനിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാവരും കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാം ഇവിടെയായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വന്നില്ല. എനിക്ക് എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം നമ്മുടെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് പ്രവാസ ലൈഫ്? ത്രൂ ഔട്ട് മാത്രമല്ല, ഞാൻ നാടുമായിട്ട് ആ സമയത്ത് എനിക്കൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. 10 വർഷത്തിൽ ഞാൻ ആകെ നാട്ടിൽ പോയത് 2 മാസമാണ്.
10 വർഷത്തിൽ ആദ്യത്തെ 10 വർഷം 2-3 മാസം ഞാൻ പോയിട്ടുള്ളൂ. ഒന്ന് കല്യാണം കഴിക്കാൻ 1 മാസം, പിന്നെ അവൾ കൂടെ വന്നു, പിന്നെ ആദ്യത്തെ ഒരു 4 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാടുമായിട്ടുള്ള ടച്ച് എനിക്ക് വളരെ കുറവാണ്. ഇപ്പോഴടുത്ത കാലത്താണ് ഇടയ്ക്കിടെ പോകാൻ തോന്നുന്നത്. എന്നാലും 10 ദിവസം 15 ദിവസത്തിൽ കൂടുതൽ ഞാൻ നിൽക്കാറില്ല. അത്ര അറ്റാച്ച്മെൻറ്റ് എനിക്ക് ദുബായിയായിട്ട്. അതുമാത്രമല്ല, ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു, യൂറോപ്പിലായാലും ആഫ്രിക്കയിലായാലും എല്ലായിടത്തും. പക്ഷേ ബെസ്റ്റ് ലൈഫ്, ഈവൻ എനിക്ക് തോന്നുന്നു US-നേക്കാളും ബെസ്റ്റ് ലൈഫ്, അല്ലെങ്കിൽ കനഡേനേക്കാളും ബെസ്റ്റ് ലൈഫ് ദുബായിലാണ്. അതെന്തുകൊണ്ടാണ് സാർ? നമുക്കെല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. പിന്നെ സേഫ്റ്റി, കുട്ടികളിലും ഭാര്യയോ അല്ലെങ്കിൽ മകളെയോ എവിടെയും പറഞ്ഞേക്കാനും നമുക്ക് രാത്രി ഒറ്റയ്ക്ക് വേണം പറഞ്ഞേക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നമ്മുടെ കൺമുമ്പിലെത്തുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഒരാവശ്യം ഇവിടെ എന്ത് സാധിക്കുകയാണെങ്കിലും എല്ലാം ഈസി വേ ആണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ വന്നവരാരും തിരിച്ചു പോകാൻ ആഗ്രഹിച്ചാലും തിരിച്ചു പോയവർ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഈവൻ എനിക്ക് തോന്നുന്നു റിട്ടയർമെൻറ്റ് ലൈഫായിട്ട് തിരിച്ചു പോയവരും പിന്നീട് ഒരു 3 വർഷം നാട്ടിൽ നിന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു വിസ കിട്ടി വീണ്ടും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒരു വിസ തരുമോ, എനിക്ക് വീണ്ടും വരണം എന്നുണ്ട്. അങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റാണ് ഇവിടെ ഈ ദുബായിലുള്ളത്. ഈ ദുബായിയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ ഒരു ഷോർട്ട് ടൈം കൊണ്ടാണല്ലോ സർ? ഞാൻ കണക്കാക്കുന്നത് ശരിക്കും ഒരു 15 വർഷത്തിന് ശേഷമാണ് പെട്ടെന്നൊരു വളർച്ച ഉണ്ടായത്. 85 മുതൽ ഒരു 90-92 വരെ അത്ര ഒരു ഫാസ്റ്റ് വളർച്ച ഞാൻ കണ്ടിട്ടില്ല. അന്നത്തെ ഏറ്റവും വലിയ ഉയരം കൂടിയ കെട്ടിടം ഏതായിരുന്നു? നമ്മൾ ട്രേഡ് സെൻ്റർ ആയിരുന്നു ഏറ്റവും കൂടുതൽ. പിന്നെ ഞാൻ അന്ന് ദേറയിൽ താമസിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ബിൽഡിങ് ഹയത്ത് റെൻസിയ, ഹോട്ടൽ ഹയത്ത് റെൻസിയാണ്. പിന്നെ അങ്ങോട്ട് പോയാലും നമ്മൾ അബുദാബിയിൽ പോകുമ്പോൾ ആകെ കാണുന്ന 2 ബിൽഡിങ്ങാണ്. ഒന്ന് വേൾഡ് ട്രേഡ് സെൻ്ററും മറ്റേ കഫേയും, ഹാർഡ് റോക്ക് കഫേ. ഈ പറഞ്ഞ 2 ബിൽഡിങ് നമ്മുടെ ഒരു പോയിന്റ് വെച്ചിരുന്നു. പക്ഷേ ലാസ്റ്റ് 15 വർഷത്തിന് ശേഷം ഇത്ര വലിയൊരു ബൂമിങ് ഉണ്ടായിരിക്കുന്നത്. അതായത് 92-ലാണ് റഷ്യൻ ബൂം ഉണ്ടായത്. 1992-ലാണ് റഷ്യൻ ബൂമിങ് ഉണ്ടായപ്പോൾ തന്നെ ഈവൻ നമ്മൾ നേരെയുള്ള അൽബർഹ ഏരിയയൊക്കെ വെറും വില്ലകളായിരുന്നു ആ സമയത്ത്. അതൊക്കെ പൊളിച്ചിട്ട് 5 നിലയും 7 നിലയൊക്കെ വന്നത് ആ സമയത്തായിരുന്നു. അതെല്ലാം പെട്ടെന്നായിരുന്നു. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് പെട്ടെന്നാണ്. ഒരു രാജ്യത്തിൻ്റെ വളർച്ച ഇവിടുത്തെ ഭരണാധികാരികളുടെ ഒരു ദീർഘവീക്ഷണം അത് തന്നെയാണ്. ഉറപ്പായിട്ടും അതെ. അവരുടെ ദീർഘവീക്ഷണം മാത്രമല്ല, അവരുടെ പവർ, അത് ചെയ്യാനുള്ള കഴിവ്, അത് ചെയ്ത് കാണിച്ചു തരാനുള്ള കഴിവ്, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്ലസ് പോയിന്റ്. അതാണ് ഇവിടുത്തെ രാജാവിന് അല്ലെങ്കിൽ റൂളേഴ്സ് എടുക്കുന്ന നിലപാടുകൾ. അതൊരു ചലഞ്ചായിട്ട് അവർ ഏറ്റെടുക്കുന്നു, അവരുടെ ഒരു വിഷനായിട്ട് എടുക്കുന്നു. അവർക്ക് ദീർഘവീക്ഷണമുണ്ട്. അവർ നമ്മളെപ്പോലെ ഇത് 5 വർഷത്തേക്കാണോ 10 വർഷത്തേക്കാണുള്ള പരിപാടിയല്ല അവർ ചെയ്യുന്നത്. അവർ 100 വർഷത്തേക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള പുരോഗമനം അവർ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അല്ലാണ്ട് അവർ ഷോർട്ട് ടേമിലുള്ള ഒരു കാര്യങ്ങളും അവരുടെ ചെയ്യുന്നില്ല. റോഡുകളായാലും മേൽപ്പാലങ്ങളായാലും ബിൽഡിങ്ങുകളായാലും പാർക്കുകളായാലും അവർ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ ഉള്ള ആൾക്കാർ മറ്റുള്ളവരെ സ്വീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് കാണിക്കും. തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് നിന്ന് കിട്ടുന്നു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇവിടെ എല്ലാം നല്ലതുപോലെ നീങ്ങിയാൽ ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. ഇവിടുത്തെ നമ്മൾ നിയമങ്ങളനുസരിക്കുക, എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു പ്രശ്നങ്ങളും വരുന്നില്ല. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇവിടെ എത്രയോ അസോസിയേഷൻ ഉണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന. ഇത്ര കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ പോലും ഇല്ല. അത്ര ഇതായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഒരു ഓണം വന്നാലും ഒരു ക്രിസ്മസ് പെരുന്നാളും വന്നാലും നമ്മളെല്ലാവരും അതെ, ഇവിടെയാണ്. ഈവൻ ദീപാവലി പോലും നിങ്ങൾ ഇവിടെ കാണിക്കുന്ന ആ സെലിബ്രേഷൻ, ഈ ഏരിയയിൽ തന്നെ നിങ്ങൾ ബിൽഡിങ്സ് കണ്ടാലും വെടി പൊട്ടിക്കുന്നത് കണ്ടാലും ഇന്ത്യ പോലും ഇല്ല. അത്ര സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം ഇവിടെ ശരിക്കും ബാൻ ചെയ്ത കാര്യം പടക്കം പൊട്ടിക്കാൻ പാടില്ല. എന്നിട്ടും ഇവിടെ പൊട്ടിക്കുന്നുണ്ട്. അത് പോലീസുകാർ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ അവരത് അത്ര ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അതെവിടെയുള്ളത്? ഏത് GCC രാജ്യങ്ങളിലുള്ളത്? അതാണ് ദുബായിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതാ വിവിധ രാജ്യങ്ങളിലുള്ളവർ, വിവിധ മതക്കാർ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു വലിയൊരു ഹബ്ബ്. അത് മാത്രമല്ല, എല്ലാവരും എല്ലാ ആഘോഷങ്ങളും ഇവിടെ ആഘോഷിക്കുന്നുണ്ടെന്നാണ്. ദീപാവലി ആയാലും ഹോളി ആയാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നുണ്ട്. വലിയൊരു കൂട്ടായ്മ നമുക്ക് കാണാം. ഇഷ്ടം പോലെ കൂട്ടായ്മ. കാരണം ആ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് സ്നേഹം ഉണ്ടാകുന്നത്. തീർച്ചയായും. സാർ വരുന്ന സമയത്ത് 1985 ഇവിടെ ഇന്ന് കാണുന്ന ഒരു ഫെസിലിറ്റീസും ഇല്ല. ഇന്ന് മൊബൈലില്ല, ഒന്നുമില്ല. പക്ഷെ അന്ന് വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അന്നത്തെ സ്നേഹം ഇന്നുണ്ടോ സാർ? അന്നത്തെ അത്ര കൂട്ടായ്മ ഇപ്പം എനിക്ക് തോന്നുന്നു കുറവാണ്. ഒന്നാമത് ഇപ്പോഴത്തെ പുതിയ ഈ ഫേസ്ബുക്കും ഇതൊക്കെ വന്നുകൊണ്ട് ആൾക്കാർ അതിലേക്ക് കൂടുതൽ പോയി. ഈ കൂട്ടായ്മയിലേക്ക് കുറഞ്ഞു. ഇപ്പോഴും ഫോൺ വിളിയിലും ഫേസ്ബുക്കിലും വീചാറ്റിലും ഇതിലൊക്കെയാണ് ഇപ്പം കൂടുതൽ ആൾക്കാർ പോകുന്നത്. ഇവിടെ ആദ്യമായിട്ട് ജോലിക്ക് വന്നു, ഒരു പുതിയ രാജ്യം, പുതിയ സ്ഥലം, പുതിയ കൾച്ചർ. അങ്ങനെ ഒരു ജോലി 85 ഒരു മാസം വെറുതെ ഇരുന്നിട്ടാണ് ജോലിക്ക് വരുന്നത്. അപ്പോൾ എന്തായിരുന്നു സാർ മനസ്സിലൊരു?
ആദ്യം എനിക്ക് ഇവിടെ അത്ര വലിയ പ്രശ്നങ്ങളില്ല, കാരണം ഞാൻ എൻ്റെ ബന്ധുക്കൾ മൊത്തം ഇവിടെയായിരുന്നു. അപ്പം ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ജോലിക്ക് കയറുമ്പോൾ എനിക്കൊക്കെ ഞാൻ ആദ്യം കയറുന്നത് സിന്ധിയുടെ ഒരു കമ്പനിയിലാണ്, സിന്ധി നോർത്ത് ഇന്ത്യൻസ്. എനിക്ക് ഹിന്ദി 1 മുതൽ 20 വരെ മര്യാദയ്ക്ക് പറയാനറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പിടിച്ചിട്ട് എന്നെ ഇടുന്നു. പക്ഷേ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അത് നന്നായിട്ട് പഠിച്ചു. ഈവൻ സിന്ധി ആയാലും ഹിന്ദി ആയാലും ഏകദേശം ഭാഷയെല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പിന്നെ നമുക്കതൊരു പ്രശ്നമില്ലാണ്ടായി മാറി. ഇലക്ട്രോണിക്സ് രംഗത്തേക്ക് സാർ വന്നു, 15 വർഷം ഒരു കമ്പനിയിൽ അവിടെ വളരെ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടുകൂടി നിന്നു എന്നുള്ളതാണ്. അവിടെ അതിനുവേണ്ടി ഒരു കഠിനാധ്വാനം ചെയ്തു. ആ കമ്പനിയെ സ്വന്തം കമ്പനിയെ പോലെ കണ്ട് ആ കമ്പനിക്ക് ഒരു വൈൻഡപ്പ് വന്നപ്പോഴാണ് സാർ അവിടെ നിന്ന് മാറുന്നത്. അതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ മാത്രമേ അതിൻ്റെ അവസാന ഇത് വന്നപ്പോൾ മാത്രമേ ഞാൻ മാറിയിട്ടുള്ളൂ. അതും എൻ്റെ മുതലാളി ബോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല ആളല്ല, ഹോങ്കോങ്ങിലെ ആളാണ്. അയാളുടെ സമ്മതം ചോദിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയത്. അതുവരെ ഞാൻ അയാളെ കൂടെ നിന്നു, എല്ലാം നല്ല സമയത്തും ചീത്ത സമയത്തും. പിന്നീടാണ് ഞാനൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് സ്വന്തമായിട്ട് 2002 ഈ കട ആരംഭിക്കും. ദേരയിൽ അതും മേസറിങ് ഫ്ലോറിലാണ് ഞാൻ ആദ്യം കട തുടങ്ങുന്നത്. പക്ഷേ ഭാഗ്യവശാൽ നല്ല ഉയർച്ചയായിരുന്നു. ഇപ്പം അത് 2-3 കടകളായി, 32 സ്റ്റാഫുകളുണ്ട്. എല്ലാ സ്റ്റാഫും വെൽ സെറ്റിൽഡാണ്. അത് മാത്രമല്ല, ഏറ്റവും വലിയ പ്രധാനം, എൻ്റെ ഒരു സ്റ്റാഫ് പോലും ഈ 15-14 വർഷത്തിൽ ഒരു സ്റ്റാഫ് പോലും റിസൈൻ ചെയ്ത് പോയിട്ടില്ല. സാറിൻ്റെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ സാറിൻ്റെ ഓണറിനോട് പെരുമാറിയത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് നമ്മുടെ സ്റ്റാഫിൽ നിന്ന് കിട്ടുക, അല്ലേ? ഒരു മുതലാളിയുടെ വളർച്ച എന്ന് പറയുന്നത് വെറും കാശ് മാത്രമല്ല. ഏതെങ്കിലും ഒരു സ്റ്റാഫിനോട് നിൻ്റെ മുതലാളി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവൻ നെഗറ്റീവാണ് പറയുന്നുണ്ടെങ്കിൽ ആ മുതലാളി ശരിയില്ലെന്നാണ്. ആ സ്റ്റാഫ് പോസിറ്റീവായിട്ടാണ് മുതലാളിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ആ മുതലാളി അവിടെ വിജയിച്ചു. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ സ്റ്റാഫിനോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ നമ്മളോട് ഇങ്ങോട്ടും പെരുമാറും. എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ സ്റ്റാഫിനെ എപ്പോഴും നന്നായിട്ട് വെക്കുക, അവരുടെ ആവശ്യങ്ങളെല്ലാം സമയാസമയം നിറവേറ്റുക. എന്താവശ്യങ്ങളുണ്ടെങ്കിലും സാമ്പത്തികമായാലും മറ്റുള്ള പ്രശ്നങ്ങളായാലും, കാരണം അവരാണ് നമ്മുടെ വെൽത്ത്. ഈ ഇലക്ട്രോണിക്സ് മേഖലയിലേക്ക് സാർ വന്നത് ഇലക്ട്രോണിക്സ് ട്രേഡിംഗ് രംഗത്താണ് ആദ്യമായി ജോലിക്ക് വരുന്നത്. അതിൽ നിന്നാണ് സാർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് ജീവിതത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഒരു ബിസിനസ് രംഗത്തേക്ക് സാറിന് എൻട്രി ചെയ്യാൻ കിട്ടിയ ഏറ്റവും വലിയൊരു എനർജി അല്ലെങ്കിൽ സാറിനൊരു കോൺഫിഡൻസ് കിട്ടിയത് ബിക്കോസ് ഓഫ് സാർ വർക്ക് ചെയ്ത ആ മേഖല എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് എത്രത്തോളം ആയിരുന്നു സാർ ആ എക്സ്പീരിയൻസ് കിട്ടാൻ സാർ എടുത്ത എഫോർട്ട്? എക്സ്പീരിയൻസ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ സാധാരണ ഒരു ഹെൽപ്പർ മാത്രമായിരുന്നു. പിന്നീട് സെയിൽസ്മാനായി, പിന്നെ ഔട്ട്ഡോർ സെയിൽസ്മാനായി, അത് കഴിഞ്ഞ് അക്കൗണ്ടൻ്റായി, പിന്നെ ആ കമ്പനിയുടെ ഇൻചാർജായി. അതുവരെ ആ പൊസിഷനിലെത്തിയതിന് ശേഷമാണ് ഞാൻ മാറുന്നത്. ഇപ്പോൾ ഏകദേശം ഗ്രാസ് റൂട്ടിൽ നിന്ന് മുകളിൽ വരെ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ എൻ്റേതായ കാര്യങ്ങൾ സ്റ്റെപ്പ് എടുക്കുന്നത്. ഇലക്ട്രോണിക്സ് ബിസിനസ് അന്നൊക്കെ നമ്മൾ വെറും ചൈനയുടെ സാധനങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നതും വിൽക്കുന്നതും. ഞങ്ങൾ വലിയൊരു ഇമ്പോർട്ടറായിരുന്നു ആ കമ്പനി. പക്ഷേ ചൈനക്കാർ മൊത്തം ഇവിടെ കയറിയതോടെ ആ സാധനത്തിന് വലിയ പ്രസക്തി ഇല്ലാണ്ടായി. പിന്നെ ഞാൻ ആരംഭിച്ചെല്ലാം ബ്രാൻഡഡ് ഐറ്റംസിലൂടെയാണ് എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോഴും ഞാൻ കൂടുതലും ചെയ്യുന്നത് ബ്രാൻഡഡ് ആയിട്ടാണ്, എല്ലാം ഒറിജിനലായിട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് കുറേ കസ്റ്റമർ ബേസ് ഉള്ളത്. എനിക്ക് ആഫ്രിക്കയിലെ ഏകദേശം രാജ്യങ്ങളിലൊക്കെ കസ്റ്റമറുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ അൾജീരിയയിലുണ്ട്, തുർക്കിയിലുണ്ട്, പിന്നെ കുറച്ച് ഇറാഖിലുണ്ട്, സിറിയയിലുണ്ട്, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും കസ്റ്റമർ, ഈവൻ പാകിസ്ഥാനിലുണ്ട്, കുറച്ചൊക്കെ ഇറാനിലുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ബേസിന് അത് ഏത് രാജ്യത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ ബാധിക്കാറില്ല. ശരിക്കും നമ്മളൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് അത് തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായും പ്രോഡക്റ്റ് വളരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ല, നമ്മൾ എന്ത് സാധനം കൊടുക്കും ഒറിജിനലേ കൊടുക്കൂ, അവരോട് പറഞ്ഞിട്ടേ കൊടുക്കൂ. ഇത് ഇന്ന സാധനമാണ്, ഇത് ഇന്ന സാധനമാണ്, ഇതിന് ഇത്ര ക്വാളിറ്റി ഉണ്ട്, ഇതിന് ഇത്ര ക്വാളിറ്റി, ഇതിൻ്റെ വില ഇത് ഇത്രയാണ്, ഇതിൻ്റെ വില അവർക്ക് ഏതാ ഇഷ്ടമുള്ളത് അത് തിരഞ്ഞെടുക്കുക. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മൾ ഒരിക്കൽ ചീറ്റ് ചെയ്താൽ തീർച്ചയായും ആ കസ്റ്റമർ പിന്നെ വരില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും കസ്റ്റമറെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഇരിക്കും. ഇനി എന്ത് ക്ലെയിം വന്നാലും അവർ പറയുന്നു ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല, ഇത് അവിടെ പ്രശ്നങ്ങളെന്നോ ഞങ്ങളത് കൊടുത്തിരിക്കും. അതിന് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. എന്നാലേ ആ കസ്റ്റമർ നമ്മുടെ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവും. ഇപ്പം ഈ 14 വർഷമായിട്ടുള്ള കസ്റ്റമർ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. 14 വർഷമായിട്ട് ഇപ്പോഴും സാധനം വാങ്ങിക്കുന്ന കസ്റ്റമർ എൻ്റെ അടുത്തുണ്ട്. ഞാൻ മുൻപ് ജോലി ചെയ്യുന്ന കമ്പനിയിലെ കസ്റ്റമറും ഇപ്പോഴും വരുന്നുണ്ട്. അത് നമ്മുടെ റിലേഷൻഷിപ്പാണ്. അത് ഒരു പെട്ടെന്ന് കുറച്ച് കാശുണ്ടാക്കാന്ന് വെച്ചാൽ ആ റിലേഷൻ നമ്മൾ സ്പോയിൽ ചെയ്യാൻ പാടില്ല. ഇന്ന്
ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന 3 ഷോപ്പുണ്ടല്ലേ സാർ? എല്ലാ 3 ദേരെ തന്നെ അടുത്തടുത്ത് തന്നെയാണ്. കാരണം പക്ഷേ ഞങ്ങൾ ദേരയിലാണെങ്കിലും ഞങ്ങൾ ഒരുപാട് സ്ഥലത്തത് ഔട്ട്ഡോർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സാധനം വറുതുവയിലെത്തുന്നുണ്ട്, ഒമാനിൽ പോകുന്നുണ്ട്, ഇവിടുത്തെ കുറച്ച് ഷോപ്പിംഗ് മാളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്പോർട്ട് ഞങ്ങൾ ഒരു 80% എക്സ്പോർട്ടാണ്. ബാക്കി 20% മാത്രമേ ഞങ്ങൾ ഇവിടെ കൂടുതൽ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ്? ഞങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് ചെയ്യുന്നുണ്ട്, ചൈനയിൽ നിന്ന് ചെയ്യുന്നുണ്ട്, പിന്നെ ജബലാലിയിലെ പിന്നെ മെയിൻ കമ്പനി ഇപ്പോൾ സോണി ആയാലും അവരുടെ ഡയറക്റ്റ് പർച്ചേസിങ് അതുണ്ട്. പിന്നെ ഇവിടുത്തെ വലിയ വലിയ കമ്പനിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ മുൻപൊക്കെ ഇന്ത്യയിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കുറവാണ്. ഇന്ത്യയിൽ നിന്ന് ഞാൻ ഓഡിയോ കാസറ്റൊക്കെ വളരെ ഇപ്പോൾ ഓഡിയോ കാസറ്റ് ആരും വാങ്ങിക്കാത്തൊരു സാധനമാണ്. അതൊക്കെ മുൻപ് ഒരു 2003, 2004 ഞാൻ നന്നായിട്ട് ഇമ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയിൽ. ഈ ട്രേഡിങ്ങിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സാർ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്, കൂടുതലും റിലേറ്റഡ് കസ്റ്റംസുമായിട്ടാണ്. അപ്പോൾ അത് എത്ര ഒരു ട്രാൻസ്പെറൻസി കിട്ടുന്നുണ്ട് സാർ? ഞങ്ങളുടെ സാധനം മോസ്റ്റ്ലി വരുന്നത് 1% ഡ്യൂട്ടിയിലാണ്. ഞങ്ങളുടെ 5% ഡ്യൂട്ടിയിൽ വളരെ അപൂർവം സാധനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നം, ഞങ്ങൾ ഫുൾ ഡ്യൂട്ടി അടച്ചിട്ട് ദുബായിൽ കൊണ്ടുവരും. സുതാര്യമായ രീതിയിൽ എല്ലാം സുതാര്യം. അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളുടെ ആവശ്യങ്ങളില്ല ഞങ്ങൾക്ക്, കാരണം ഞങ്ങളുടെ പ്രൊഡക്റ്റ് അങ്ങനത്തെ. ഒരുപാട് രാജ്യങ്ങൾ അങ്ങ് യാത്ര ചെയ്തിട്ടുണ്ട്. യാത്രകൾ എന്ന് പറയുന്ന ഒരുപാട് നോളജ് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും. തീർച്ചയായും യാത്രകളിലൂടെ എത്രത്തോളം താങ്കളുടെ ജീവിതത്തിൽ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ആഫ്രിക്കയിലെ യാത്രകളിൽ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അവർ വീട്ടിലൊക്കെ വീട് പോയി, കടകളിൽ പോയി, അവരുമായിട്ട് താമസിച്ച് അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അവർ ആ ബേസിലൂടെ വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആഫ്രിക്കയിൽ ഞാൻ ബിസിനസ്സിന് ഒരുപാട് കടങ്ങൾ കൊടുക്കുന്നുമുണ്ട് വർഷങ്ങളായിട്ട്. യാത്രകളിലെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. അല്ല നമ്മൾ ഇവിടെ ഇരുന്നാൽ കിണറ്റിലെ തവളമാരായിരിക്കും. ഇതാണ് രാജ്യം എന്നുള്ള. പക്ഷേ യാത്ര ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് അമ്മ ഇപ്പോഴും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള വരെ തന്നെയാണ്. പക്ഷേ എന്നെ കൂടുതലും ഞാൻ ചെറുപ്പത്തിലൊക്കെ വളർന്നത് അമ്മയുടെ കൂടെ അല്ല, ആക്ച്വലി ഇളയച്ചന്മാരുടെ ഇളയമാരുടെയും അമ്മാവൻ്റെയും അങ്ങനെയുള്ള ഇതിലായിരുന്നു. പക്ഷേ എന്നാലും അമ്മ തന്നെയാണ്. അമ്മ വളരെ ഹാപ്പിയാണ്. ഇവിടെ വന്നിരുന്നു, പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് ശരിയാവാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഇപ്പം തറവാട്ടിൽ മറ്റ് സഹോദരങ്ങളൊക്കെ എല്ലാ സഹോദരങ്ങളും എൻ്റെ ഇവിടെയാണ്. അമ്മ ശരിക്കും പറഞ്ഞാൽ ഒറ്റക്ക, സഹായിക്കാൻ ആൾക്കാരുണ്ട്. എൻ്റെ എല്ലാ ഫാമിലിയും അനുജന്മാരും എല്ലാവരും ഇവിടെ തന്നെയുള്ളത്. എങ്ങനെയായിരുന്നു ആ ചൈൽഡ്ഹുഡ്? നല്ല ചൈൽഡ്ഹുഡായിരുന്നു. കാരണം സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ മുൻപേ എല്ലാവരും ഗൾഫിലായതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അച്ഛനില്ല എന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ സമയത്ത്. പിന്നെ പഠിച്ചു, പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് വന്നു. പിന്നെ പഠിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. വിവാഹം കഴിച്ചു സാർ പറഞ്ഞു, കാരണം സ്വന്തം അമ്മാവൻ്റെ മകളത്തെ മുറപ്പെണ്ണിനെയാണ് വിവാഹം കഴിച്ചത്. അതെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 92 കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് വിജയത്തിലേക്ക് വരുന്നത്. അത് ഞാൻ എല്ലാവരോടും പറയും. അത് പിന്നെ കല്യാണം കഴിച്ച അവളുടെ ഭാഗ്യമാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് മുതലാണ് എനിക്ക് ഉയർച്ച ഉണ്ടായിരിക്കുന്നത്. എത്ര കുട്ടികളാണ്? 3 കുട്ടികളാണ്. മൂത്തത് പെൺകുട്ടി, പേര് സുജില. സുജിലയുടെ വിവാഹം കഴിഞ്ഞു? ഇപ്പം കഴിഞ്ഞു. ഇവിടെ നിന്ന് തന്നെ അലയിൽ വെച്ചിട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ശ്യാംരാജ്, അവൻ ഇപ്പം BBA ഒക്കെ പഠിക്കുന്നുണ്ട്. ഇളയവൻ ശ്രീരാജ്, അവൻ 11th വെഞ്ചസ്റ്റർ സ്കൂളിൽ പഠിക്കുന്നു. ഇതാണ് നമ്മുടെ ഭാര്യ ശാരദ, ഇത് മൂത്ത മകൻ ശ്യാംരാജ്, ഇത് മകള് സുജില, ശ്രീരാജ് കണ്ണൻ എന്ന് വിളിക്കും. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. അതെ, അതാണ് സാറിൻ്റെ വിജയത്തിൻ്റെ മറ്റൊരു കാരണം. തീർച്ചയായിട്ടും. എനിക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറിയ ഒരു സമാധാനമാണ്. എല്ലാവരെയും കണ്ടു, ഇരുന്നു, സംസാരിച്ചു. വളരെ സന്തോഷം. 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി. 30 വർഷം എത്ര പെട്ടെന്ന് കഴിഞ്ഞെന്ന് ഞാൻ ആലോചിക്കുന്നു. 30 വർഷം ആയോന്നാണ് എനിക്കൊരു സംശയം. ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? എല്ലാം നല്ലതാണ്. എല്ലാം നല്ല. നോ റിഗ്രറ്റ്സ്? നോ, എനിക്കൊരു പരാതിയില്ല. എൻ്റെ ലൈഫിനോടോ ആരോടും എനിക്കൊരു പരാതിയില്ല. എല്ലാം നല്ലതാണ്. എനിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ദുബായിൽ നിന്ന്. ബിസിനസ്സുകാരനൊക്കെ മാറി ഒരു വ്യക്തി എന്ന നിലയിൽ സാറ് കാണുന്ന ഈ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് എത്രത്തോളം സ്ഥാനം വേണം? ഇവിടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഒരു ഈ ചിന്താഗതി മാറിയിട്ട് മറ്റൊരു ഇതിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വേണം. ഞാനത് ചെയ്യുന്നുമുണ്ട്. ഞാൻ പല സംഘടനകൾ അംഗങ്ങളാണ്, പോവാറുണ്ട്.
എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്യുന്നുമുണ്ട്. ഇനിയൊരു ഉള്ള സ്വപ്നം എന്താണ്? എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. എനിക്കിപ്പം മക്കളെ ഒരു നല്ല നിലയിൽ എത്തിക്കണം. പിന്നെ അവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞു, 22 വയസ്സാണ് ഞാൻ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കും. പിന്നെ നിങ്ങളെ കാര്യം എൻ്റെ കാശും കൊണ്ട് ഇവിടെ വരണ്ടെന്ന്. 22 വയസ്സാകുമ്പോൾ അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരവരുടെ കാര്യം നോക്കണം. അങ്ങനെ ഒരു പോളിസി ഏറ്റവും നല്ലൊരു കാര്യമാണ്. തീർച്ചയായും. കാരണം ഞാൻ ചില കസ്റ്റമറൊക്കെ കണ്ടത് അങ്ങനെയാണ്. അവർ 18-ാം വയസ്സിലെ മക്കളെ പിടിച്ച് കടയിലിരുത്തും. എന്നിട്ട് അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ അവരാ ചെയ്യുന്നത്. അച്ഛൻ അവിടെ നിന്ന് മാറി. അപ്പം ഒരു 45-50 വയസ്സും അച്ഛന് റിട്ടയർ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. മക്കൾ കാര്യങ്ങൾ കൊണ്ടുപോകും. പക്ഷേ ഞാനും എൻ്റെ അച്ഛൻ സമ്പാദിച്ച കൊണ്ടൊന്നുമല്ല ഞാൻ ഈ നിലയിലെത്തിയത്, എൻ്റെ പ്രയത്നം കൊണ്ടാണ്. അതേപോലെ ഞാനും പറയും, നിങ്ങൾ നിങ്ങളുടെ കഴിവ് കൊണ്ട് വരണം. എൻ്റെത് കണ്ടിട്ട് നിങ്ങൾ നിൽക്കേണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. വളരെ സന്തോഷം സാർ. കാരണം ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഒരുപാട് പാഠങ്ങളാണ് നമുക്ക് കിട്ടിയത്. ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാൻ നമുക്ക് സാധിച്ചു. സന്തോഷം. താങ്ക് യു വെരി മച്ച് സാർ.